പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കാരുണ്യവാനും ആശ്വാസദായകനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ ദൈവത്തിന് അനുഭവിച്ച അതേ ആശ്വാസം കൊണ്ട് തന്നെ വിതകൾ അനുഭവിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപക്കറകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിൽ പ്രകാശിതനായി ജീവിതകാലം മുഴുവനും പ്രകാശത്തിൻ്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ പ്രാർത്ഥനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാവങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ, ആർക്കുള്ളൂ രക്ഷയിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ ഓർത്തിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. നീയല്ലോ മാമക ജീവിതാശ, ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും. ഇരവാകെ കാവൽക്കാം ജാഗ്രതയിൽ, പുലരിയെ കാത്തിരിക്കുന്നതുപോ. മൽപ്രാണൻ ദൈവത്തെ കാത്തിരിപ്പൂ, ഇസ്രായേലുമേവം പ്രത്യാശ വെച്ചു. ഇസ്രായേലിൻ രക്ഷകൻ നീയാണല്ലോ, കാരുണ്യം തൂകുന്ന പാലകനും. വിശ്വം നെടിഞ്ഞൊക്കെ ദൈവമേ നീ, ശാശ്വത വിശ്രാന്തി നൽകിടണേ. നിത്യമാം ശിക്ഷാ വിധിയിൽ നിന്നും മൃത്യു ഭരിച്ചോരെ മോദിക്കണേ. മങ്ങാത്ത ദിവ്യ പ്രകാശത്തിലായി വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ, അൻപോടെ പ്രാർത്ഥന
കർത്താവ് നിങ്ങളോടുകൂടെ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ലോകത്തിന് വിളിക്കാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസൻ ജോർജിൻ്റെ ആത്മാവിന് ശാന്തിയും പ്രകാശവും രാജ്യത്ത് സ്വീകരിച്ച് അങ്ങേ മാലാഖമാരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കാരുണ്യവാനായ ദൈവമേ, തേടുന്നവർക്ക് ആശ്വാസമരുളുന്ന അങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിൻ്റെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്തരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ ഈ സഹോദരനോട് ഒന്നു ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പ്രിയ സഹോദരാ, നീ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞുവെന്നതിൻ്റെ ബാക്കി അടയാളമായിരുന്നു. ഈ മഹിമയേറിയ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹനാകുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിന് ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്ന് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ പിതാവിൻ്റെ പക്കലേക്ക് കൂദാശകളിലൂടെ നീ യാത്രയാവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹ രഹസ്യം നിന്നിൽ പൂർത്തിയാക്കപ്പെടുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ചിഹ്നമായ ഈ കുരിശുരൂപം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിടചൊല്ലിൻ്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. തിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ.
വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ.
ചെയ്യുമ്പോ സ്നേഹം തന്നോരിൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ജാഗരിക്കും. യേശുവിൽ പ്രിയപ്പെട്ട പങ്കാളികളെ, സഹോദരി സഹോദരന്മാരെ, സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ നിരന്തരം ദൈവപിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു യുഗം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ അൽത്താരയ്ക്ക് ചുറ്റും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഏതാണ്ട് 40 വർഷത്തെ ആത്മീയ ശുശ്രൂഷയിലൂടെ കടന്നുപോയ ഇദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേദനാജനകമായ ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ നമുക്ക് വേദനയോടൊപ്പം വലിയ പ്രത്യാശയും സന്തോഷവും നൽകുന്ന ഒരു മഹത്തായ കാര്യം കൂടി സംഭവിക്കുന്നു. അനേകരുടെ ജീവിതങ്ങൾക്ക് വഴികാട്ടിയായിരുന്ന ഇദ്ദേഹം ഇത് സ്വന്തത്തിലായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിന്റെ മധ്യസ്ഥം പുഷ്പങ്ങളായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചുരിഞ്ഞു തരുമെന്ന പ്രത്യാശ എനിക്കുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെ അവസാനത്തെ വാക്കായിരുന്നു ജോലി. ഒരുപക്ഷെ അതിലെ ആത്മീയ മനുഷ്യനെ ഇത്രമാത്രം ശക്തമായി വളർത്തുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ച എൻ്റെ ആത്മീയ ഉപദേശമാണ്. ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്തും ഓജസ്സുമായിരുന്നവർ. തീർച്ചയായും ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നിരവധി സംഭവങ്ങൾ ഓർത്തെടുക്കാം. ഇവിടിയിരിക്കുന്ന പലരുടെയും വ്യക്തി ജീവിതത്തിൽ നിർണായകമായ സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ട് അവരെ ആത്മീയ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആത്മീയ സമ്പന്നതയിലേക്ക് നയിച്ച വ്യക്തി. അതുകൊണ്ടാണ് ഇദ്ദേഹം ആശുപത്രിയിൽ കിടന്നപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്ന വരികൾ ഞാനിങ്ങനെ പാടിയത്. ദൈവം ഈ ഭൂമിയിലെ കാലഘട്ടത്തിൽ അയച്ച പുണ്യ ജന്മമാണ്. അനേകർക്ക് ആശ്വാസവും അനേകർക്ക് സമൃദ്ധിയും നൽകിക്കൊണ്ട് അനേകം പേരെ കൗൺസിലിംഗ് എന്ന ശുശ്രൂഷയിലൂടെ അനേകം പേരെ വിടുതലും സൗഖ്യവും ദൈവ അവബോധത്തിലേക്ക് നയിച്ച വ്യക്തി. അതോടൊപ്പം തന്നെ ആരംഭ കാലഘട്ടങ്ങളിൽ
ദയാനന്ദച്ചനോടും പ്രശാന്തച്ചനോടും കൂടെ നിന്നുകൊണ്ട് IMS ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. കൃപാസനത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ ജോസഫിനോട് ചേർന്നുകൊണ്ട് കൃപാസനത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അതിന് സജീവ പ്രവർത്തനമായിരുന്നു. തീർച്ചയായും ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ വലിയൊരു സമ്മാനം പിതാവായ ദൈവം ഒരുക്കി വെച്ചു. സമ്മാനം പുൽകുവാനായി അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധന്റെ സംസ്കാര കർമ്മത്തിലാണ് നാം അണികേറിയിരിക്കുന്നതുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ബലി നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് പ്രതിനിധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിലേക്ക് വരികയും അങ്ങേ ദാസൻ ജോർജിന്റെ ആത്മാവ് നിത്യാനന്ദ സ്വീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങേ സാധന സൃഷ്ടിക്കാൻ അങ്ങേക്ക് അനുകൊണ്ടാവുകയും അങ്ങേ ദത്തിരപ്പിൽ പങ്കാളിയാകാൻ ഇടയാക്കുകയും ചെയ്തയാൾ അങ്ങേ അവകാശത്തിൽ പങ്കുപറ്റാനും കൽപ്പിച്ചേരണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരനെ, നമ്മുടെ പൗരോഹിത്യം സ്വർഗ്ഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തിന്റെയും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വവും ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എന്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട മരുഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങ് കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ താങ്ങുമാണ്. എന്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങേക്ക് കഴിച്ചു. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മറ്റേയും മാംസം കൊണ്ടെന്ന പോലെ സമൃദ്ധി അടയുന്നു. എന്റെ അധരങ്ങൾ അങ്ങേക്കായി ആനന്ദം ആലപിക്കുന്നു. എന്റെ ആത്മാവ് അങ്ങയുടെ ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. എന്റെ ജീവൻ നശിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധങ്ങൾ പതിക്കും. അവർ വാളിനിരയാകും. അവർ കുന്നരികൾക്ക് ഭക്ഷണമാകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവൻ അഭിമാനം കൊള്ളും. നുണയുടെ വാ അടഞ്ഞു പോകും.
യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടെ എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരും അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. സുവിശേഷം സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, അങ്ങേ ദാസൻ ജോർജിനെ രക്ഷിക്കാൻ അങ്ങേ കാരുണ്യം യാചിച്ചുകൊണ്ട് അങ്ങേക്ക് കാഴ്ചദൈവങ്ങൾ ഞങ്ങൾ വിനയപൂർവ്വം അർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ സ്നേഹാർജന രക്ഷകനാണെന്ന് സംശയമേറ്റു പറഞ്ഞ കാരണവരായ വിധികർത്താവായി അവിടുത്തെ ദർശിക്കുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിന്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉദ്ധാനവുമാകുന്നു. മാലാഖവൃന്ദങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ നിത്യാനന്ദത്തിൽ ആറാടി അങ്ങേ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് എളിയ സ്വരവും ചേരാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവ്വം ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി സത്യമായി പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവായി മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ
യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാരി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇതിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിലെയോ പാപ്പയോടും രൂപതാധ്യക്ഷൻ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ അങ്ങേ പക്കലേക്ക് വിളിച്ച പ്രിയദാസൻ ജോർജിന്റെ ആത്മാവിനെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇയാളെ അങ്ങേ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളായ കുടുംബകാരികൾ, ഞങ്ങളുടെയും ഭവനങ്ങളിൽ നിന്നും മരണമടഞ്ഞു പോയവരെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരെയും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ അന്ത്രയോസ് പുണ്യാവിനോടും സെബസ്ത്യാനോസ് പുണ്യാവിനോടും ഞങ്ങളുടെ പേരിന്റെ വിശുദ്ധരോടും കാവൽമാലാഖമാരോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. സഹോദരന്റെ ആത്മാവിനെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിലെ
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ഒരു വാക്ക് ചരിച്ചാൽ മാത്രം മതി. Oh
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനങ്ങളുടെ ഭോജനത്താൽ നവീകൃതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോർജ് മരണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അങ്ങേ പുത്രന്റെ ഉദാനത്തിൽ പങ്കാളിയായി ആനന്ദിക്കുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രിയ സഹോദരരെ, ക്രിസ്തീയങ്ങളുടെ പ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവജീവജാലങ്ങളുടെ നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന സഹോദരന്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനുസരമൊരുപ്പിച്ച് വിഷ്ണുയുടെ സമൂഹത്തിൽ ചേർത്തരട്ടെ. അവിടെ നീയാൾ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പ്രതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നിരുടയനായ ക്രിസ്തുനാഥൻ ഇയാൾ പ്രതിഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സുഖരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധമത്തോടും നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ. സഹോദരന്റെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിനെ പണ്ടവണ്ണം എല്ലാവരെയും പോലെ ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങളുടെ വിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെയും അടയാളമായി ഈ ദാസനിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസന് സ്വർഗ കവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസമജസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയരണമേ. ഞങ്ങൾ ഒരിക്കൽ സ്വർഗത്തിൽ ചേർന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. നമ്മുടെ പിതാവ് ജോർജിനെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിലും തന്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി. മണ്ണിനത്ര ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്നും ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരാ നമ്മുടെ ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തന്റെ തേജോമയമായ ശരീരത്തെ അനുഭവപ്പെടുത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ തൃക്കരങ്ങളെ പരിശീലിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ സഹോദരൻ നിത്യായുസ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ചകളിനെ പ്രതീക്ഷ വാഗ്ദാനം ചെയ്ത കർത്താവേ, സഹോദരനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജ്ഞാനസ്നാനജലം കൊണ്ട് കഴുകുകയും സ്ഥലം കൊണ്ട് അഭിഷേചിക്കുകയും ചെയ്ത സഹോദരനെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുശരീരവും തിരത്വവും നൽകി പരിപോഷിപ്പിച്ചയാളെ സ്വർഗീയവിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹോദരന്റെ വേർപാട് ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച ഈ ദാസൻ ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്ത്യ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചയാളെ
കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തരുളണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാമം നൽകണമേ. അന്ത്യചുംബനത്തിനുള്ള സമയമാണ്. ചിന്തിക്കാനുള്ളവർക്ക് ചിന്തിക്കാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി. എനിക്കെന്തു സുഖം തേജസ്സേറും കേരൂബികൾ കൂടാരത്തിനകത്തുണ്ട്. ഷെക്കേനായുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെന്നപ്പം ഉണ്ട്.
പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട്. എല്ലാ വിശ്വാസികളെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ അടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസനെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നത് വരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊണ്ടുമാരാകട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഇയാളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളതാണ്. ഇടിയരുത് അപ്പുറത്ത് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും നീറി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ദൈവപുത്രൻ വരുന്നൂഴിയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നു. കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു,